മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി കമൽ ഹസൻ, ഷാരൂഖ് ഖാൻ വരെ പ്രശസ്തരായ നടീനടന്മാരെ സ്വന്തം മുഖം ക്യാൻവാസ് ആക്കി വെച്ച് സൃഷ്ടിച്ച നിവ്യ സോഷ്യൽ മീഡിയ രംഗത്തെ ട്രാൻസ്ഫോർമേഷൻ മേക്കപ്പ് ക്വീൻ ആണെന്ന്. ഒരു ലിമിറ്റ് ഉണ്ട് ഈ ഒരു ആർട്ടിന്. ചിലതൊക്കെ ഇതേപോലെ 3-4 വട്ടം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരിക്കലും കിട്ടാത്തതും ഉണ്ട്. കുറച്ച് ഷെയ്ഡ് വരുത്താൻ വേണ്ടിയിട്ട് കോണ്ടോർ യൂസ് ചെയ്യുക, അതേപോലെ കുറച്ച് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കൺസീലേഴ്സും ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഗേളിന്ന് ബോയ്ക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. ഒരു ബോയിന്റെ ആണ് ആവുമ്പോ ഭയങ്കര ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തോന്നല്ലേ. അപ്പൊ അതിനാണ് കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാവാറ്. 24 മാത്രം പ്രത്യേകമായിട്ട് നിവ്യ ചെയ്തു തന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. സ്വന്തം മുഖത്ത് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ നടത്തി ഒരുപാട് സെലിബ്രിറ്റീസിനെ സൃഷ്ടിക്കുന്ന നിവ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലാണ്, അല്ലെങ്കിൽ ട്രെൻഡിങ് ആണ് നിവ്യയുടെ ഓരോ വീഡിയോസും. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം റീൽസ് സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ പിടിച്ചിരുത്തുകയാണ് നിവ്യ എന്ന കലാകാരിയുടെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. മേക്കപ്പ് പഠിച്ചിട്ടില്ലെങ്കിലും കോണ്ടൂറും ഹൈലൈറ്റും ഒക്കെ വെച്ച് കണ്ണാടിക്ക് മുന്നിൽ ചെയ്തു നോക്കി പരീക്ഷിച്ച ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ നമ്മെ പിടിച്ചിരുത്തുന്ന 1 മിനിറ്റ് വീഡിയോ ചെയ്യാൻ എടുക്കുന്ന സമയം 3 മുതൽ 4 മണിക്കൂർ വരെയാണ്. നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ മേക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നും തന്റെ കഴിവിനെ വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമം ഏറ്റെടുത്തു എന്നും പറയുകയാണ് നിവ്യ. നിവ്യ എന്ന് പറയുന്ന മലയാളി പെൺകുട്ടി ഇപ്പോൾ UK-യിൽ ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ വെറുതെ ഇരിക്കുകയല്ല അല്ലേ, ഒരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടും വൈറലായിട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു 60 സെക്കൻഡ്സ് എന്ന് പറയുന്ന റീല് മാത്രം മതി മേക്കപ്പ് എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം ഇതാണ്, എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ആളുകൾ ആദ്യം ഏറ്റെടുത്തത്? അതെങ്ങനെയായിരുന്നു? അങ്ങനെ ഏറ്റെടുക്കുമെന്ന് അറിയാമായിരുന്നോ? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത് എന്താ പറയാ, കണ്ണൻ രാജമാണിക്യം സർ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ആളുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനെ മേക്കപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് അറിഞ്ഞു തന്നെ ഫസ്റ്റ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ആദ്യം ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. നയൻതാര മാമിന്റെ ആണ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ അത് വീട്ടിലിരുന്നിട്ട് ഒരു മിററിൽ ചെയ്ത് നോക്കി. എല്ലാരും കാണിച്ചപ്പോ എല്ലാവർക്കും അങ്ങനെ കുറച്ച് റിസംബ്ലൻസ് ഉണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞു. അപ്പം അതിനെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കോവിഡിന് ശേഷം UK-യിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ അതിന്റെ ഒരു കോണ്ടന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ തിങ്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ ഓരോ ട്രാൻസ്ഫോർമേഷൻസ് കുറെ വട്ടം ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടാണ് ഒരെണ്ണം സക്സസ് ആയിട്ടൊക്കെ വന്നത്. പിന്നെ അങ്ങനെ അത് അതിന് അത്യാവശ്യം റീച്ച് ഒക്കെ കിട്ടി തുടങ്ങിയപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു ഈ ഒരു കോണ്ടന്റ്. നമുക്ക് ശരിക്കും ഒരു ക്യാൻവാസ്, ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാളുടെ കയ്യിൽ ഒരു ക്യാൻവാസ് എടുത്തു കൊടുത്താൽ അയാൾക്ക് നല്ല രീതിയിൽ ആ ചിത്രം കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ നമ്മുടെ മുഖം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യരാണ്, ഓരോ മനുഷ്യരും വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ മുഖത്തുണ്ടായിരിക്കും. അതിൽ നിന്ന് മറ്റൊരാളുടെ മുഖം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഈസി അല്ലെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ടാസ്ക്? കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമുക്കൊരു ഉറപ്പുമില്ല ഇത് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ലുക്ക് വരുമോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല. ഇപ്പോ ഒരു പോർട്രേറ്റ് ചെയ്യണ പോലെ തന്നെ നമ്മൾ വരച്ചു തുടങ്ങും. ചെയ്ത് കഴിയുമ്പോൾ മാക്സിമം ആ ഒരു രൂപത്തിലേക്ക് ആക്കാൻ നോക്കുക. അത്രയാണ് ഇതിന് പറ്റുള്ളൂ. അതിനൊരു ലിമിറ്റ് ഉണ്ട് ഈ ഒരു ആർട്ടിന്. പിന്നെ അത് ചെയ്ത് ചെയ്ത് നോക്കി പിന്നെ അങ്ങനെ ഒരു ഔട്ട് കിട്ടും നമുക്ക്. ചിലത് ഫസ്റ്റത്തേൽ തന്നെ റെഡിയാവും. പിന്നെ ചിലതൊക്കെ ഇതേപോലെ 3-4 വട്ടം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരിക്കലും കിട്ടാത്തതും ഉണ്ട്. അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസും ഉണ്ട്. ഈ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മുഖത്ത് മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു കല പഠിക്കണ്ടേ? ഇപ്പൊ വെറുതെ ഒരാൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. പഠിച്ചിട്ടുണ്ടോ മേക്കപ്പ്? എങ്ങനെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാ? മേക്കപ്പ് പഠിച്ചിട്ടില്ല. ഞാന് മേക്കപ്പ് ഇഷ്ടാണ് എനിക്ക്. ചെയ്ത് കൊടുക്കാനും ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ യൂട്യൂബ് വീഡിയോസുകൾ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഇങ്ങനെ എങ്ങനെയാണ് കൺസീലർ, എങ്ങനെയാണ് കോണ്ടോർ, അതൊക്കെ യൂസ് ചെയ്യുക എങ്ങനെയാന്നുള്ളതൊക്കെ ഇതേപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചേക്കുന്നത്. മേക്കപ്പ് കോഴ്സ് പഠിച്ചിട്ടില്ല, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പഠിക്കാതെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത് ആക്ച്വലി മേക്കപ്പ് ഇപ്പൊ കണ്ടിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇതൊരു ആർട്ട് പോലെ തന്നെയാണ്. അതൊരു പെയിന്റിങ് തന്നെയാണ്. ഞാനിപ്പോ പെയിന്റിങ് ചെയ്യുന്ന ഒരാളാണ്, പോർട്രേറ്റ് ഒക്കെ ചെയ്തു കൊടുക്കണ ഒരാളാണ്. അപ്പോ അതില് നമ്മള് പെയിന്റിന് പകരം നമ്മളിപ്പോ കൺസീലറും കോണ്ടോറും ഒക്കെ ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയൊക്കെ വെച്ച് ചെയ്യണം. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫേസിൽ ചെയ്യുമ്പോൾ ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഫീച്ചേഴ്സ് അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ
കുറച്ച് ഷേപ്സുകൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട്. ഇപ്പൊ ഈ കമൽ ഹാസൻ, ഷാറൂഖ് ഖാൻ, മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ നടിമാരാണെങ്കിൽ നയൻതാര, ഭാവന, ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഫേസ് ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്, നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ആ ഫീച്ചേഴ്സ് പിടിക്കാനായിട്ട് എന്തൊക്കെയാണ് പെക്യൂലിയർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ ഐബ്രോയ്ക്ക് വേറെ ഫീച്ചർ ആയിരിക്കും, ലൈക്ക് ചുണ്ടിന് അല്ലെങ്കിൽ ചീക്കിനൊക്കെ വേറെ വേറെ ഫീച്ചേഴ്സ് അല്ലേ, എങ്ങനെയാ അത് പിടിക്കുന്നത്? അതൊക്കെ ഈ പറയണ പോലെ കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണതാണ്, അങ്ങനെ കുറച്ച് താന്നിരിക്കണതാണ്, അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഈ കോണ്ടോറും കുറച്ച് ഷെയ്ഡ് വരുത്താൻ വേണ്ടിയിട്ട് കോണ്ടോർ യൂസ് ചെയ്യുക, അതേപോലെ കുറച്ച് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കൺസീലേഴ്സും ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെയാണ്. പിന്നെ ഐബ്രോസിന്റെ ഷേപ്പുകളൊക്കെ വ്യത്യാസമാണ് എല്ലാവരുടെയും. അപ്പൊ അതൊക്കെ എന്റെ ഐബ്രോസ് തന്നെ ഞാൻ ഫുള്ള് ഡിസപ്പിയർ ആക്കും, എന്നിട്ട് വീണ്ടും അതിന്റെ മുകളിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഓരോ വീഡിയോസ് എടുത്തു നോക്കിയാലും അതാണ്, എല്ലാ വീഡിയോസ് തുടങ്ങുമ്പോഴും ആദ്യം ഐബ്രോ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വാനിഷ് ചെയ്യുന്ന മോഡാക്കും അല്ലേ. ഐബ്രോ ആദ്യം വാനിഷ് ചെയ്യും, പിന്നെ നമ്മുടെ ഐഷാഡോയുടെ പാർട്ട് മറയ്ക്കും, അതിനുശേഷം കൺമഷി എഴുതും. ചിലത് കൺമഷി എഴുതില്ല, ചിലത് നമ്മുടെ മൂക്കിൻ്റെ ആ സൈഡെല്ലാം കോണ്ടൂർ ചെയ്യും. അപ്പോൾ ഞാൻ വീഡിയോ കാണുന്ന ഒരു ജനറലായിട്ട് ഒരു കോമൺ മാനിന് തോന്നുന്നത് എല്ലാ മേക്കപ്പും ഒരുപോലെയാണല്ലോ ചെയ്തെടുക്കുന്നത്. പക്ഷെ ഫൈനൽ ഔട്ട് വരുമ്പോൾ പലരും പല രീതിയിലുള്ള ഫേസ്, അതായത് നമ്മൾ സെലിബ്രിറ്റീസാണ് മോസ്റ്റ്ലി കൂടുതൽ. അപ്പോൾ അത് വരുന്നത് ആ ഫൈനൽ ഔട്ടിലാണ്. കാരണം അത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല ലാസ്റ്റ് ഔട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് ഒരു ഗേളിൽ നിന്ന് ബോയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ്, പെട്ടെന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു ട്രിക്ക് ആളുകളിലേക്ക് ഭയങ്കര പെട്ടെന്ന് എത്താൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അത് ഗേളിന്ന് ബോയ്ക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിനാണ് കൂടുതൽ വ്യൂസും കിട്ടാറ്. ഇപ്പൊ ഗേളിന്റെ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് അത്ര ഡിഫറൻസ് തോന്നണില്ല തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ഫേസ് ഒന്ന് ഫീച്ചേഴ്സ് ഒക്കെ മാറുമ്പോ അത്ര ഡിഫറൻസ് ഇല്ലല്ലോ. ഇപ്പൊ ഒരു ബോയിന്റെ ആവുമ്പോ ഭയങ്കര ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തോന്നല്ലേ. അപ്പൊ അതിനാണ് കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാവാറ്, കൂടുതൽ ലൈക്സ് ഒക്കെ ഉണ്ടാവാറ്. അത് പറയുമ്പോ എനിക്ക് തന്നെ അതൊരു സർപ്രൈസറാണ്. ഞാൻ ഔട്ട് കാണുമ്പോ എനിക്ക് തന്നെ ഇത് വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് കാണുന്ന ആളുകൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊരു ഡീപ്പ് ഫേക്ക് ആണോ, അങ്ങനെ ഒരു ടെക്നോളജി നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഡീപ്പ് ഫേക്ക് ആണോ എന്ന് ചോദിക്കുന്നവരും, പെട്ടെന്ന് കണ്ട അത്രയും പെട്ടെന്ന് എല്ലാവരും അങ്ങനെ അംഗീകരിക്കണമെന്നില്ല. ആ ഒരു കാര്യം എങ്ങനെയായിരുന്നു? അങ്ങനത്തെ മെസ്സേജുകളൊക്കെ വരാറുണ്ട്, ഒത്തിരി കമന്റ്സുകളൊക്കെ വരാറുണ്ട്. ഇത് എല്ലാവരെയും പറ്റിക്കുകയാണ് നിങ്ങള്, ഇതിൽ കമന്റ് ചെയ്യണവർക്ക് എന്താ ബുദ്ധിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പൊ സത്യം പറയാച്ച അങ്ങനത്തെ കമന്റുകളൊക്കെ എനിക്കൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഞാൻ എടുക്കണത്. അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നുന്നു. കറക്റ്റ്, അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു കമന്റ് വരുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്? ഞാൻ റിയൽ ആയിട്ട് ഇങ്ങനെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുക്കുന്നതാണെന്ന് എങ്ങനെയാ കുറച്ചു പേരെങ്കിലും ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാ? ആക്ച്വലി അത് കാണുമ്പോ നമുക്ക് അറിയില്ല, ഇത് വരച്ചെടുക്കണം. എനിക്കറിയില്ല അതെങ്ങനെയാ വ്യൂവേഴ്സ് എങ്ങനെയാ കാണുന്നതെന്ന് അറിയില്ല. വരച്ചെടുക്കണതാന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പൊ മെയിനായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ മനസ്സിലാവും തോന്നുന്നുണ്ട്. അറിയില്ല ഇനി ലാസ്റ്റ്, കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഫുൾ ലാസ്റ്റ് ഔട്ട് കിട്ടണ വരയ്ക്കുള്ള ഭാഗങ്ങൾ ഞാനിങ്ങനെ നമുക്ക് എന്തായാലും ഒരു 2 hours 3 hours വെക്കാൻ പറ്റില്ല. അപ്പൊ മാക്സിമം കട്ട് ചെയ്ത് പിന്നെ ആൾക്കാർക്ക് ഒരു ലാഗ് അടിക്കാനും പാടില്ലല്ലോ. ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുമ്പോ കുറെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചു കൊടുക്കണത്. 3 മുതൽ ഒരു 4 മണിക്കൂർ വരെയാണ് ആ ഒരു ഡ്യൂറേഷൻ എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത്രയും ഡ്യൂറേഷനിൽ മേക്കപ്പിന് മാത്രം ടൈം കൊടുത്തിട്ടാണോ, അതോ എങ്ങനെയാ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമോ ഇത്രയും ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലുക്കിലേക്ക് വരാൻ? എങ്ങനെയാ അത്? ഞാൻ അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ, ചിലപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മക്കളുടെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലേക്കൊക്കെ ഓടും, എന്നിട്ട് വീട്ടിൽ വന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ 3 to 4 എന്നുള്ളൊരു സമയം. മാക്സിമം അത്ര തന്നെ ഇരിക്കുള്ളൂ. പിന്നെ വന്നാലും വന്നില്ലെങ്കിലും ഞാനത് മതി നിർത്താന്നുള്ള പോലെയാവും. പക്ഷെ ആ ഫൈനൽ ലുക്ക് എടുക്കണ്ടേ? അതെ. അത് ലാസ്റ്റ് നമുക്ക് 3 to 4 എന്ന് പറയുന്നത് എല്ലാ എന്താ നമ്മുടെ ഹെയർ ആണെങ്കിലും ഇപ്പൊ ബോയിന്റെ ഒക്കെ ചെയ്യുമ്പോഴാണ് വെച്ചെങ്കിൽ നമുക്ക് ഹെയർ ഒക്കെ ബാക്കിലേക്ക് കെട്ടിവെച്ച് ഫ്രണ്ടിലേക്കൊക്കെ ആ ഒരു ലുക്ക് വരണ പോലെയൊക്കെ ചെയ്യണം. പിന്നെ അവരുടെ കോസ്റ്റ്യൂം എല്ലാതും സെറ്റ് ചെയ്ത്, പിന്നെ എന്തൊക്കെയാണോ ഇനി കവള് വെക്കാൻ വേണ്ടിയിട്ട് കവളിന്റെ ഉള്ളിലൊക്കെ ഞാന് എന്താ പറയാ സാധനങ്ങളൊക്കെ കയറ്റിട്ടൊക്കെ വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ?
അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചിലത് നമ്മുടെയൊക്കെ കുറച്ച് ഓക്കെ. ഇങ്ങനൊരു ഓവൽ ഷേപ്പ് അല്ല, അതെ, കുറച്ച് ചബ്ബിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ചബ്ബിയായിട്ടൊക്കെ ഇരിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഓ. ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ പിടിച്ച് കുറച്ച് ആറ്റിറ്റ്യൂഡും പിന്നെ അവരുടെ വീഡിയോസ് ഒക്കെ ചിലതൊക്കെ കാണും, ആ ഒരു മാനറീസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോ അതും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ വരയ്ക്കുക മാത്രമല്ലാണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ പോലെ ഫേസ് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വരില്ല. അപ്പൊ ഈ സെലിബ്രിറ്റീസിനൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ, അവരുടെ പെട്ടെന്ന് മുഖം മനസ്സിൽ വന്നതുകൊണ്ടാണോ ഇത് ചെയ്യാൻ പറ്റുന്നത്? അതോ പുതിയ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫേസ് മനസ്സിൽ പതിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ഒരു 2 ഫോളോവേഴ്സിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ റാൻഡംലി ആണോ? സെലക്ട് ചെയ്തിട്ട് 2 ആഹാ. ഫോളോവേഴ്സിന്റെ ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാ അതിനെ റെസ്പോണ്ട് ചെയ്തതെന്ന്? ഭയങ്കര സന്തോഷം. അവര് ഇതുപോലെ വോയിസ് ഒക്കെ അയച്ചിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞു. അത് ഒരു ഫോട്ടോ നോക്കിയിട്ട് അതിലുള്ള ഫീച്ചേഴ്സിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് എൻ്റെ മുഖത്ത് ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ രൂപമാകും എന്നുള്ള ധാരണ മനസ്സിൽ വെച്ചിട്ടാണോ ചെയ്യുന്നത്? അതെ 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 അതെ. 2 മമ്മൂക്കയും ലാലേട്ടനെയും ചെയ്തു. അവരിൽ നിന്നുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത് ഫേസില്? ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഓരോ ഫേസിന്റെ ആണെങ്കിലും ഭയങ്കര ഡിഫറൻസ്. നമുക്ക് ഒരു ഫോട്ടോ കാണുമ്പോൾ ചിലപ്പോ വിചാരിക്കും നമ്മള് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ വിചാരിച്ചിരുന്ന കഴിഞ്ഞ് എനിക്ക് പറ്റാറില്ല. അത് എപ്പോഴും ഈ പറയണ പോലെ ഒട്ടും പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നണത്. കാരണം ഓരോ ഷേപ്പ് ചിലപ്പോ ഒരു ദിവസം ചെയ്തത് പിറ്റേ ദിവസം ചെയ്യുമ്പോൾ ചിലപ്പോ അതേപോലെ തന്നെ വരണമെന്നില്ല. എന്തെങ്കിലും ഒരു ഷെയ്ഡ് വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഹൈലൈറ്റിന്റെ ഒക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ഫേസിന്റെ രൂപം അങ്ങോട്ട് മാറും. കുറേ വീഡിയോസ് ചെയ്തല്ലോ, സെലിബ്രിറ്റീസിൻ്റെയും അല്ലാത്ത ഇപ്പോൾ പറഞ്ഞ ഫോളോവേഴ്സിൻ്റെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, അതും മാത്രമല്ല ഇതുവരെ ചെയ്തിട്ട് ശരിയാവാത്ത ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഉണ്ടോ? ലക്ഷ്മി നക്ഷത്ര മാമിന്റെ ഇതുപോലെ കുറേ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കം തൊട്ടിട്ടേ ലക്ഷ്മി നക്ഷത്രയുടെ ചെയ്യണോന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പറഞ്ഞോ? ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആഹാ. കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം. അപ്പോ പക്ഷെ ഞാനൊരു 5 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ. എന്നിട്ട് ശരിയായിട്ടില്ല. ഈസി ആയിട്ട് നമ്മുടെ പുരുഷന്മാരുടെ ഫേസ് കൊണ്ടുവരാൻ പറ്റിയിട്ട് ആ ഒരു ലേഡിയുടെ ഫേസ് കൊണ്ടുവരാൻ പറ്റാത്തത് അതെന്തുകൊണ്ടാണ്? എന്താന്ന് വെച്ചാൽ ഇപ്പൊ പുരുഷന്മാരുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു ചെറിയൊരു എന്താ പറയാ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടി അത് ആൾക്കാരെ ഏറ്റെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗേൾ ഉം. ബോയില് ശരിയാ ശരിയാ. മാറുമ്പോൾ ഒരു ഉം. ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് അല്ല. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉം. എല്ലാവർക്കും വാവ് എന്ന് ഉം. പറയാറുണ്ട്. പക്ഷെ ഒരു ഉം. ഗേളിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു പക്ക ഒരു ഫേസ് വന്നാൽ തന്നെയാണ് വന്നിട്ടുണ്ട് എന്നുള്ളത് ആൾക്കാർ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഇരുന്ന് ചെയ്യാൻ നോക്കാറുണ്ട്. എല്ലാം പെർഫെക്റ്റ് അല്ല, മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടാണ് ഒരു ഗേളിന്റെ ഞാൻ ഇടാറുള്ളൂ. കാരണം നമ്മൾ ഒരു ഗേൾ ആയതുകൊണ്ട് പെട്ടെന്ന് ബോയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആളുകൾ ഏറ്റെടുക്കും, പക്ഷെ ഗേളിന്റെ പെർഫെക്ഷൻ വേണം അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ഈ ഒരു വേറൊരു ഇപ്പൊ സാധാരണ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ? അതായത് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ആണോ യൂസ് ചെയ്യുന്നത്? പ്രത്യേക പ്രോഡക്ട്സ് ഉണ്ടോ? പ്രത്യേക പ്രൊഡക്ട്സ് ഒന്നുമില്ല. കുറച്ച് ഡാർക്ക് ഷെയ്ഡുകൾ, പല പല ഷെയ്ഡുകൾ വേണം നമുക്ക്. ഇപ്പൊ ഓരോ ആഹാ. ആ ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഉം. ഷെയ്ഡുകൾ ആവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് കൺസീലേഴ്സിന്റെ ആയാലും കോണ്ടോറിന്റെ ആണെങ്കിലും പല ഷെയ്ഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ ആർക്കാണെങ്കിലും. 24 ന്യൂസിന് വേണ്ടിയിട്ട് 24ന് മാത്രം പ്രത്യേകമായിട്ട് നവ്യ ചെയ്തു തന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ സ്വന്തം SKന്റെ രൂപം, ആ ഒരു രൂപമെല്ലാം ആവാഹിച്ച് മുഖത്ത് ആ ഒരു സൃഷ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയാണ്. ഏകദേശം എല്ലാം ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ചബ്ബി ഫേസ് ആയിട്ടുള്ളതുകൊണ്ട് കുറച്ചൊരു കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നേരത്തെ പറഞ്ഞില്ലേ, ഗേൾ ടു ബോയ് എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ, അത് അവിശ്വസനീയം തന്നെ. എന്തൊക്കെയായിരുന്നു SKന്റെ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, SKന്റെ ആ രൂപം എടുക്കുമ്പോൾ നോക്കി വെച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെയല്ലല്ലോ. ഇപ്പോ ഒരു ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചാനലിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, നടക്കുമെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഉം. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അറിയില്ല ഉം. ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉം.
പിന്നെ കുറച്ച് ചബി ഫേസുകളും കണ്ണിന്റെ ഐലിഡ് ആണെങ്കിലും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഇനിയും മേക്കപ്പ് ചെയ്യുക, മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റീസ് ട്രൈ ചെയ്യുക. എന്തായാലും ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം. വീണ്ടും വേറൊരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു.